നമ്മുടെ ഭൂമിയുടെ ചരിത്രം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ്. കടലിനടിയിൽ നമ്മൾ ഇനിയും കണ്ടെത്താത്ത എണ്ണമറ്റ രഹസ്യങ്ങൾ ഇനിയും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. 1987 ജപ്പാനിലെ യോനാഗുനി ദ്വീപിൽ സ്രാവുകളെ നിരീക്ഷിക്കാൻ പോയൊരു ഡൈവർ വെള്ളത്തിനടിയിൽ കണ്ടത് ശാസ്ത്രലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒരു വലിയ കെട്ടിടം അഥവാ മോണുമെന്റ്, പിരമിഡ് പോലെയുള്ള സ്റ്റെപ്സ്, പെർഫെക്റ്റ് ഷാർപ്പ് കോർണേഴ്സ്, വിശാലമായ ടെറസുകൾ. ഒറ്റ നോട്ടത്തിൽ ഇതൊരു പ്രകൃതിദത്തമായ പാറയല്ല എന്ന് ആർക്കും തോന്നും. ഇതിനെ യോനാഗുനി മോണുമെന്റ് എന്നാണ് ഇന്ന് ലോകം വിളിക്കുന്നത്. ഇത് മനുഷ്യർ നിർമ്മിച്ചതാണെങ്കിൽ ഇത് നിർമ്മിച്ചത് 12,000 വർഷങ്ങൾക്ക് മുൻപായിരിക്കണം. അതായത് ഈജിപ്തിലെ പിരമിഡുകൾ ഉണ്ടാകുന്നതിലും ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപ്. അന്നത്തെ മനുഷ്യർക്ക് ഇത്രയും വലിയൊരു മെഗാ സ്ട്രക്ചർ ഉണ്ടാക്കാൻ മാത്രം ബുദ്ധി ഉണ്ടായിരുന്നോ? അതോ പസഫിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയി എന്ന് പറയപ്പെടുന്ന മൂ എന്ന നഷ്ടപ്പെട്ട വൻകരയുടെ ബാക്കി പത്രമാണോ ഇത്? അതോ ഇത് പ്രകൃതിയുടെ വെറുമൊരു അത്ഭുതമാണോ? ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ജപ്പാനിലെ അറ്റ്ലാന്റിസ് എന്ന് വിളിക്കുന്ന യോനാഗുനിയുടെ യഥാർത്ഥ രഹസ്യമാണ്. കിഹാചിറോ അരാതകെ എന്ന ഡൈവറാണ് ഈ അത്ഭുതം ആദ്യമായി ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നത്. യോനാഗുനി ജപ്പാനിലെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ചെറിയൊരു ദ്വീപാണ്. തായ്വാന്റെ തീരത്ത് നിന്നും വെറും 100 കിലോമീറ്റർ മാത്രം അകലെ. അവിടുത്തെ കടലിൽ ഹാമർഹെഡ് സ്രാവുകളെ കാണാൻ വേണ്ടി പോയതായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് അദ്ദേഹം ആ വലിയ പാറക്കൂട്ടത്തിന് മുന്നിലെത്തി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 25 മീറ്റർ താഴെയായിരുന്നു അത്. അരാധകെ പിന്നീട് പറഞ്ഞത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ ശരീരത്തിലൂടെ പെട്ടെന്നൊരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ തോന്നി എന്നാണ്. കാരണം പ്രകൃതിക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത അത്ര 90 ഡിഗ്രി ആംഗിളുകൾ ഉണ്ടായിരുന്നു. ഒരു വലിയ പാറയിൽ കൊത്തിയെടുത്ത ഭീമാകാരനായ കൊട്ടാരം പോലെ. അദ്ദേഹം ഈ വിവരം പുറത്തു പറഞ്ഞപ്പോൾ ആദ്യമൊന്നും ആരും വിശ്വസിച്ചില്ല. പിന്നീട് ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നപ്പോൾ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെയും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ആർക്കിയോളജിസ്റ്റുകൾ അവിടേക്ക് ഒഴുകിയെത്തി. ഏകദേശം 50 മീറ്റർ നീളവും 20 മീറ്റർ വീതിയുമുള്ള മെയിൻ സ്ട്രക്ചർ ആയിരുന്നു അത്. ഒരു ലൂപ്പ് റോഡ് പോലെ തോന്നിക്കുന്ന ഭാഗം, ഡ്രെയിനേജ് സിസ്റ്റം പോലെയുള്ള ചാലുകൾ, വിശാലമായ സ്റ്റേഡിയം എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. ഈ കണ്ടെത്തൽ അക്കാദമിക് ലോകത്ത് ഒരു വലിയ ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ നാഗരികത ആരംഭിച്ചത് മെസൊപ്പൊട്ടേമിയയിലും ഈജിപ്തിലുമാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ അതിനു മുന്നേ ഇവിടെ ഒരു ഹൈടെക് സൊസൈറ്റി ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ പലരും നിർബന്ധിതരായി. ഇനി നമുക്ക് ഈ സ്ട്രക്ചറിനെ ഡീറ്റെയിൽ ആയി ഒന്ന് അനലൈസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇത് മനുഷ്യർ നിർമ്മിച്ചതാണെന്ന് പലരും ഉറച്ചു വിശ്വസിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമതായി സ്റ്റെപ്പുകൾ. ഒരു മലയുടെ ചരിവിൽ കൃത്യമായി കൊത്തിയെടുത്ത പോലെയുള്ള വലിയ പടവുകൾ. ഓരോ പടവിലും ഒരു മനുഷ്യന് നടക്കാൻ പാകത്തിനുള്ള ലെവൽ പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ദി ട്വിൻ മെഗാലിത്സ് ആണ്. അതായത് 2 കൂറ്റൻ കൽത്തൂണുകൾ കൃത്യമായ ഗ്യാപ്പിൽ പാരലലായി നിൽക്കുന്നു. പ്രകൃതിദത്തമായി ഈ 2 പാറകൾ ഇത്ര കൃത്യതയോടെ രൂപപ്പെടാൻ ഒരു സാധ്യതയുമില്ല. മൂന്നാമത്തേതായി ദ ആർച്ച് വേ. വലിയൊരു കവാടം പോലെ ഒരു പാറ നിൽക്കുന്നുണ്ട്. ആരും ആ കവാടത്തിലൂടെയാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കുക. നാലാമതായി ദ പൂൾ അഥവാ നീന്തൽക്കുളം പോലെയുള്ള ഭാഗം. കൃത്യമായ ത്രികോണാകൃതിയിലുള്ള ഡിപ്രഷൻ. അതിൽ നിന്ന് വെള്ളം ഒഴുകി പോകാനായി ഡ്രെയിനേജ് കനാൽ പോലെയുള്ള ചെറിയ ചാലുകളുമുണ്ട്. ചുറ്റും നോക്കിയാൽ ഈ പാറകളുടെ എഡ്ജ് ബ്ലേഡ് വെച്ച് മുറിച്ചതുപോലെ ഷാർപ്പാണ്. സമുദ്രത്തിനടിയിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ടാലും പ്രകൃതിദത്തമായ പാറകൾ തേഞ്ഞു പോകുമ്പോൾ ഇത്രയും ഷാർപ്പാവില്ല. അത് റൗണ്ട് ഷേപ്പിലാവാനേ സാധ്യതയുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് ഏത് സാധാരണക്കാരനായാലും പറയും ഇതൊരു പ്രാചീന കോട്ടയാണെന്ന്. യോനാഗുനി മോണുമെന്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയത് റിക്യൂസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ മസാക്കി കിമുറയാണ്. അദ്ദേഹം കഴിഞ്ഞ 20 വർഷമായി ഈ സൈറ്റിൽ ഡൈവിംഗ് നടത്തി വരികയാണ്. കിമുറയുടെ അഭിപ്രായത്തിൽ ഇതൊരു പൂർണ്ണമായ നഗരമായിരുന്നു. 5 ക്ഷേത്രങ്ങളും ഒരു വലിയ സ്റ്റേഡിയവും കണക്ടിംഗ് റോഡുകളും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിനെ പസഫിക് മഹാസമുദ്രത്തിലെ നഷ്ടപ്പെട്ട വൻകരയായ മൂവുമായി ബന്ധിപ്പിക്കുന്നു. കിമുറയുടെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം അവിടെ കാണുന്ന രൂപങ്ങളാണ്. അവിടെ വലിയൊരു പാറയുണ്ട്. അത് കണ്ടാൽ കൃത്യമായി ഒരു ആമയുടെ രൂപമാണുള്ളത്. മറ്റൊരു പാറയിൽ ഒരു മനുഷ്യന്റെ മുഖവും കൊത്തിവെച്ചിട്ടുണ്ട്, ഈജിപ്തിലെ സ്പിങ്സ് പോലെ. കൂടാതെ പാറകളിൽ അവിടെയായി ചിത്രലിപികൾ പോലെയുള്ള സ്ക്രാച്ചസുകളും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ചിലയിടങ്ങളിൽ കല്ല് കൊത്തിയെടുക്കാൻ ശ്രമിച്ച ആയുധങ്ങളുടെ പാടുകൾ ഉണ്ടെന്നും അദ്ദേഹം വാദിക്കുന്നു. പ്രകൃതി ഒരിക്കലും മൃഗങ്ങളുടെ രൂപം കൊത്തിവെക്കില്ലല്ലോ. ഈ നഗരം ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാ സുനാമിയിലോ ഭൂകമ്പത്തിലോ സമുദ്രത്തിലേക്ക് മുങ്ങിപ്പോയതാണ് എന്നാണ് കിമുറ വിശ്വസിക്കുന്നത്. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന എപ്പോഴും ഭൂകമ്പം ഉണ്ടാവുന്ന പ്രദേശത്താണ് ജപ്പാൻ സ്ഥിതി ചെയ്തിരുന്നത് എന്നോർക്കണം. ഇവിടെയാണ് പ്രശസ്ത എഴുത്തുകാരനും ഗവേഷകനുമായ ഗ്രഹാം ഹാൻകോക്ക് ഈ വിഷയത്തിലേക്ക് വരുന്നത്. അദ്ദേഹം ദ ഫിംഗർ പ്രിന്റ്സ് ഓഫ് ദ ഗോഡ്സ് എന്ന തന്റെ ബുക്കിലൂടെ യോനാഗുനിയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്നു. അദ്ദേഹത്തിന്റെ തിയറി വളരെ സിമ്പിളാണ്, എന്നാൽ ലോജിക്കലാണ്. നമ്മൾ മനുഷ്യരുടെ ചരിത്രം വളരെ പഴയതാണ്. എന്നാൽ അവസാനത്തെ ഐസ് ഏജ് കഴിഞ്ഞ സമയത്ത് ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വലിയൊരു കാലാവസ്ഥാ മാറ്റമുണ്ടായി. വലിയ മഞ്ഞുപാളികൾ ഉരുകിത്തീർന്നു. അതിന്റെ പരിണിത ഫലമായി സമുദ്രനിരപ്പ് പെട്ടെന്ന് 120 മീറ്റർ ഉയർന്നു.
ഹാൻകോക്ക് ചോദിക്കുന്നത് ഇതാണ്: ഈ യോനാഗുനി മോനുമെന്റ് ഇപ്പോൾ സമുദ്രത്തിനടിയിലാണെങ്കിലും ഐസ് ഏജ് സമയത്ത് സമുദ്രനിരപ്പ് വളരെ താഴെയായിരുന്നപ്പോൾ ഇത് കരയിലായിരുന്നു. അതായത് ഇന്ന് കടലിനടിയിലുള്ള പല ഭാഗങ്ങളും അന്ന് കരയായിരുന്നു. ആ സമയത്ത് മനുഷ്യർ നിർമ്മിച്ചതാവാം ഈ കൽമണ്ഡപം. കടല് പെട്ടെന്ന് ഉയർന്നപ്പോൾ ഈ നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായി. ഇന്ന് നമ്മൾ ഇത് കണ്ടെത്തുമ്പോൾ ചരിത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഹാൻകോക്ക് പറയുന്ന ഇതാണ്: ഇതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തും, ഇന്ത്യയിലെ മഹാബലിപുരത്തും ദ്വാരകയിലും കരീബിയനിലും ഒക്കെ ഇതുപോലെ മുങ്ങിപ്പോയ പഴയ ഹൈടെക് സൊസൈറ്റികൾ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ശാസ്ത്രലോകം ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ റോബർട്ട് ഷോക്ക് അടക്കമുള്ള മറ്റ് ജിയോളജിസ്റ്റുകൾ പറയുന്നത് ഇത് 100% പ്രകൃതിദത്തമാണ് എന്നാണ്. എന്നാൽ ഇതിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. ഈ യോനാഗുനി മോനുമെന്റ് നിർമ്മിക്കപ്പെടുന്നത് ഒരു സാധാരണ ഗ്രാനൈറ്റ് കൊണ്ടല്ല, മറിച്ച് സാൻഡ്സ്റ്റോൺ അഥവാ മണൽപ്പാറ കൊണ്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊരു ലെയറുകളായാണ് രൂപപ്പെടുന്നത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പാറകൾ വിണ്ടുകീറാൻ തുടങ്ങും. സാൻഡ്സ്റ്റോൺ എപ്പോഴും സമാന്തരമായ രീതിയിലാണ് പൊട്ടുക. അതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ 90 ഡിഗ്രി കട്ട് ചെയ്ത സ്റ്റെപ്പ് പോലെ തോന്നുന്നത്. നിങ്ങൾ ഭൂമിയിലെ പല പർവ്വതങ്ങൾ എടുത്ത് നോക്കിയാലും ഇതുപോലെ കൃത്യമായ ബ്ലോക്കുകളായി പാറകൾ പൊട്ടിമാറുന്നത് കാണാൻ സാധിക്കും. അയർലൻഡിലെ ജയന്റ്സ് കോസ്വേ ഇതിനൊരു ഉദാഹരണമാണ്. കൂടാതെ കിമുറ പറഞ്ഞ ആമയുടെ രൂപം അത് വെറും പാരഡോളിയ മാത്രമാണ് എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. നമ്മൾ മേഘങ്ങളെ നോക്കുമ്പോൾ ആനയുടെയും കുതിരയുടെയും രൂപമൊക്കെ തോന്നില്ലേ? അതുപോലെ വെറും ഒരു തോന്നൽ. അവിടെ യാഥാർത്ഥ്യത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ചതിന്റെ പാടുകളൊന്നുമില്ല. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇതൊരു മനുഷ്യനിർമ്മിത നഗരമായിരുന്നു എങ്കിൽ പഴയ പാത്രങ്ങളോ ആയുധങ്ങളോ കല്ലിൽ തീർത്ത പ്രതിമകളോ എന്തുകൊണ്ടാണ് കിട്ടാതിരുന്നത്? യോനാഗുനിയെ നമ്മൾ എന്തിനോടാണ് കമ്പയർ ചെയ്യേണ്ടത്? തുർക്കിയിലെ ഗോബക്ലി ടേപ്പെ എന്നൊരു സ്ഥലമുണ്ട്. അത് 11,000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ കൃത്യമായി കൊത്തിയെടുത്ത കൽത്തൂണുകളുള്ള ഒരു ടെമ്പിൾ ആണ്. അത് കരയിലാണ്, അതുകൊണ്ട് ശാസ്ത്രം അത് അംഗീകരിച്ചു. ഇന്ത്യയിലെ ഗുജറാത്ത് തീരത്ത് കടലിനടിയിൽ കണ്ടെത്തിയ ദ്വാരക, അവിടെയും വെള്ളത്തിനടിയിൽ പഴയ നഗരത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ബിഹാമാസത്തെ ബിബിനി റോഡ് എന്നറിയപ്പെടുന്ന വെള്ളത്തിനടിയിലെ കൽപ്പാത. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ മനുഷ്യർ 16 വർഷങ്ങളായി വലിയ നിർമ്മിതികൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ളവരായിരുന്നു എന്നാണ്. റോബർട്ട് ഷോക്ക് പറയുന്നത് പോലെ യോനാഗുനി മോനുമെന്റിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായി രൂപപ്പെട്ട സാൻഡ് സ്റ്റോണുകളായിരിക്കാം. എന്നാൽ പ്രാചീനരായ മനുഷ്യർ ആ രൂപം കണ്ട് അതിശയപ്പെട്ട് അവരുടേതായ ആവശ്യങ്ങൾക്ക് ടെറാഫോമിംഗ് ചെയ്തതാവാം. പ്രകൃതി പകുതി പണിതു വെച്ച കൽമണ്ഡപത്തിൽ മനുഷ്യർ അവരുടേതായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പൂളുകളും പടവുകളും നിർമ്മിച്ചതാവാം. ഈ മിക്സ്ഡ് തിയറിയാണ് ഇന്ന് ഒട്ടുമിക്ക ന്യൂട്രലായ ശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കുന്നത്. ഇത്രയും വലിയൊരു കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ജപ്പാൻ സർക്കാർ ഔദ്യോഗികമായി ഇതൊരു കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കാത്തത്? അവിടെയാണ് ഇതിന്റെ പൊളിറ്റിക്സ്. ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് വലിയ എക്സ്കവേഷനുകൾ ഉണ്ടാക്കാൻ ജപ്പാൻ തയ്യാറല്ല. ഔദ്യോഗികമായി ശാസ്ത്രലോകം പറയുന്നത് ഇത് തികച്ചും നാച്ചുറൽ ഫോർമേഷൻ ആണെന്നാണ്. പക്ഷെ ഇന്ന് യോനാഗുനി ദ്വീപിലെ ജനങ്ങളുടെ വരുമാനം ഈ സ്ട്രക്ചർ കാണാൻ വരുന്ന ടൂറിസ്റ്റുകളിലൂടെയാണ്. ലോകമെമ്പാടുമുള്ള ഡൈവർമാർ തങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണിത്. വെള്ളത്തിനടിയിലെ ഭീമാകാരനായ പാറക്കൂട്ടത്തിന് മുന്നിൽ ചെന്നെത്തി നിൽക്കുമ്പോൾ ഏത് മനുഷ്യനും ഒന്ന് ചിന്തിച്ചു പോകും: ഇത് പ്രകൃതി ഉണ്ടാക്കിയതാണോ അതോ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരായ ഏതെങ്കിലും പ്രാചീന വംശം നിർമ്മിച്ചതാണോ എന്ന്. സയൻസ് എത്രത്തോളം വളർന്നു എന്ന് പറഞ്ഞാലും ഭൂമിയുടെ ചരിത്രത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമുക്കിന്നും അറിയത്തുള്ളൂ. യോനാഗുനി മോനുമെന്റ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ചരിത്രം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്നതല്ല. കടലിനടിയിൽ ഇനിയും ഉത്തരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. ഈ സ്ട്രക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് മനുഷ്യർ കൊത്തിയെടുത്ത ജപ്പാനിലെ അറ്റ്ലാന്റിസ് ആണോ അതോ പ്രകൃതി പറ്റിച്ചു വരച്ച വെറും ഒരു പാറക്കൂട്ടമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള ചരിത്ര രഹസ്യങ്ങളും ഡീപ് ഡൈവ് വീഡിയോസും കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് അൻസു ഫ്രം ടോക്ക് വിത്ത് റോണിക്സ്, സൈനിങ് ഓഫ്.